വി ഡി സവർക്കറാണോ വി ഡി സതീശൻ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. സനാതനധർമ്മ ചർച്ചയ്ക്കിടയിൽ വി ഡി സതീശൻ്റെ ഒരു അഭിപ്രായം വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതാണ് സനാതനധർമ്മം. സനാതനധർമ്മം ഈ ഭാരതത്തിൻ്റെ സംസ്കാരമാണെന്നൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത്. ഇതിലൂടെ KPCC പ്രസിഡന്റ് സുധാകരൻ്റെയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പ്രസ്താവനകളെ അദ്ദേഹം തള്ളുകയാണ്. സനാതനധർമ്മത്തിൻ്റെ വക്താവല്ല ശ്രീനാരായണ ഗുരു എന്ന് തന്നെയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. വി ഡി ഇപ്പോൾ BJPയുമായിട്ട് അടുക്കുകയാണ്. വി ഡി അല്ല, വി ഡി സവർക്കറാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്താണ് മാഷിദിലുള്ള അഭിപ്രായം? അതെ, ഇതിപ്പോഴും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് കൃത്യമായിട്ട് ഗുരുവിനെ പറ്റി ഇങ്ങനെയുണ്ട്. കാരണം സനാതനധർമ്മം എന്ന് പറയുന്നത് ത്തിൻ്റെ വക്താക്കൾ ഗുരുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. സനാതനധർമ്മം എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുക അടിച്ചുടയ്ക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഗുരു അതിനാണ് ശ്രമിച്ചത് എന്ന അവിടെ അഭിപ്രായം ഇടതുപക്ഷ ചിന്താഗതിക്കാരിങ്ങനെ കേരളത്തിൽ പറയുന്നുണ്ട്. അത് ഗുരുവിനെ വേണ്ടത്ര പഠിക്കാതെയാണ് അത് പറയുന്നതെന്ന് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇപ്പോൾ സുധാകരൻ സംസാരിച്ചപ്പോൾ സുധാകരനും അതിനോട് യോജിച്ചുകൊണ്ട് നിന്നുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നത് ഗുരുവിനെ സ്വന്തമാക്കാൻ മറ്റു ചിലർ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്തൊക്കെ നമ്മൾ കാണുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്. അതിനിടയിലാണ് വി ഡി സതീശൻ ഇത്തരം ഒരു അഭിപ്രായവുമായിട്ട് സുധാകരനെ തള്ളിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സുധാകരനെ തള്ളാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ സതീശൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ കരുതാം നമുക്ക്. കാരണം സതീശനെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിലനിൽപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം കോൺഗ്രസിനുള്ളിൽ പ്രതിരോധിക്കപ്പെടുന്നു എന്തായാലും പറയുക. അങ്ങനെ അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പുതിയ സാഹചര്യത്തിൽ KPCC പ്രസിഡൻ്റായിട്ട് സുധാകരനും പ്രതിപക്ഷ നേതാവായിട്ട് സതീശനും നിയമിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം എപ്പോഴും സുധാകരന് മേലൊരു മേൽക്കൈ ഉണ്ടാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങളും എത്രയോ വിഷയങ്ങൾ അവർ തമ്മിൽ പ്രത്യക്ഷമായും പരോക്ഷമായും അഭിപ്രായ ഭിന്നതയുണ്ട്. അങ്ങനെ അന്യഥ കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിജയത്തെ പോലും അപ്രസക്തമാക്കുന്ന വിധത്തിലേക്ക് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരസ്യമായി രൂപപ്പെട്ടു വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പം ഏറ്റവും ഒടുവിൽ പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടി സുധാകരൻ അല്പം പുറകോട്ട് പോയെന്നും വി ഡി സതീശൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖമായിട്ട് ഇവിടെ വി ഡി സതീശൻ മാറുകയാണെന്നും ഒക്കെ ഉള്ള ഒരു തോന്നൽ ആളുകൾ ഉണ്ടാകത്തക്ക വിധത്തിലാണ് അവർ തമ്മിലുള്ള പ്രസ്താവനകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ NSSൻ്റെ സമ്മേളനത്തിലേക്ക് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചുകൊണ്ട് ഒരു കോൺഗ്രസിലേക്ക് സാധാരണഗതിയിൽ വലിയ ചർച്ചയൊന്നും ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല NSS സമ്മേളനത്തിൽ ഒരാളെ മുഖ്യാതിഥിയായി വിളിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ കോൺഗ്രസിൻ്റെ ഇടയിലേക്കിട്ട് ഒരു ഈ തിരി കത്തിച്ചിട്ട പോലെയോ ഒരു ബോംബ് പൊട്ടിക്കുന്നത് പോലെയോ ആ ഒരു അവസ്ഥയായി. കോൺഗ്രസിന് അണികളുടെ ഇടയിലൊക്കെ ഇത് വലിയ ചർച്ചയായി. വി ഡിയെ മാറ്റി നിർത്തുന്നു, തൊട്ടുപുറകെ വെള്ളാപ്പള്ളി ഇങ്ങനെ വരികയും ചെയ്തു. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഒരു വേറൊരു ഇമേജ് സൃഷ്ടിച്ച് ഒരു രൂപപ്പെടുത്തുകയായിരുന്നു വി ഡി സതീശൻ. അദ്ദേഹം അങ്ങനെ സമുദായ നേതാക്കളുടെ ദിനം ഇറങ്ങാറില്ലെന്നും ഞാനങ്ങനെ സമുദായ നേതാക്കളുടെ ബലത്തിലല്ല ഉള്ളതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഒരു ഗോളടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. വി ഡി സതീശനാണ് ഇങ്ങനെ കുറച്ച് അപ്പോൾ എല്ലാവരുടെ മറ്റുള്ളവരുടെ പിന്തുണ, മറ്റു സമുദായക്കാരുടെ പിന്തുണ ഇതൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് അങ്ങനെ അദ്ദേഹം ആരും ഇച്ചിരി മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ അതിനിടയിലാണ് അപ്പോൾ ഈ നമുക്ക് ഇതിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ കൂടുതലുണ്ട്. ഈ ഒരു വർഷത്തിൽ കൂടുതലിനിടയിൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഇനിയും ഉണ്ടാകാം. അതൊക്കെ കയറി എങ്ങനെ ബാധിക്കുമെന്ന് അറിയത്തില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ഇപ്പോൾ വി ഡി സതീശൻ BJPയോട് അടുക്കുന്നു എന്നുള്ളതാണല്ലോ. എന്തായാലും ന്യൂനപക്ഷങ്ങളുടെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ CPMനെ പോലെ തന്നെയാണ് വി ഡി സതീശൻ എന്ന് ഒരു അഭിപ്രായം പൊതുവെ രൂപപ്പെട്ടു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടക്കം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഒരു ഹിന്ദു വിരുദ്ധനാണ് വി ഡി സതീശൻ. അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടെ ആളാണ്. ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം സുഡാപ്പികളുടെ ആളാണ്. ഇതൊക്കെ വ്യാപകമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്ന ചില വാദഗതികളാണ്. അതിനിടയിലാണ് ഈ NSSൻ്റെ മുഖ്യാതിഥിയായി ക്ഷണം ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഗുരുവിനെ വ്യാഖ്യാനിക്കുന്നതിൽ ഇങ്ങനെയൊരു പുത്തൻ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അടിസ്ഥാനപരമായി ശരിക്കും ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് വി ഡി സതീശൻ പറഞ്ഞതല്ലേ ശരി. വി ഡി സതീശൻ പറഞ്ഞതിലാണ് കൂടുതൽ ഇക്കാര്യത്തിൽ ശരിയുള്ളത്. അങ്ങനെ തന്നെയാണ്. കാരണം സനാതന ധർമ്മത്തെ പക്ഷേ അത് നമ്മുടെ പുതിയ രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണല്ലോ. സനാതന ധർമ്മം എന്ന വാക്കിനെ തന്നെ എതിർത്തുകൊണ്ട്
നമ്മൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പുത്രൻ ഉദയനിധി രംഗത്ത് വന്നത് നമ്മൾ കുറച്ച് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന്. എന്താണ് സനാതനധർമ്മമെന്നും സനാതനധർമ്മം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതാണ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നൊരു കാഴ്ചയുമായിട്ട് എന്ന ഒരു അദ്ദേഹം കരുതി വെച്ചു. അങ്ങനെ ഒരു മിഥ്യാധാരണ സമൂഹത്തിലുണ്ട്. ജാതി വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഈ ജാതി എന്ന് പറയുന്നത് ഈ സനാതനധർമ്മത്തിൻ്റെ എന്തോ ഭാഗമായിട്ട് ഉള്ളതാണ് എന്ന ഒരു ചിന്താഗതിയാണ് ഇങ്ങനെ ഈ പുരോഗമനകാംക്ഷികളെന്ന് പറയുന്നവർ പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നതും അവരെപ്പോഴും പറഞ്ഞ് ചെയ്യുന്നു. ഗുരുവിനെപ്പറ്റി, നാരായണ ഗുരുവിനെപ്പറ്റി ഈ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ രൂപപ്പെട്ടു വരികയാണ്. കാരണം ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഗുരുവിൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എഴുത്തിലൂടെയും ഒക്കെയാണ്. ഗുരുവിൻ്റെ കൃതികളാണ് ഗുരുവിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യം എന്ന് പറഞ്ഞാൽ. ഗുരു മലയാളത്തിൽ ജീവിച്ച ഏറ്റവും വലിയ കവിയാണെന്നുള്ളവിടെ നിൽക്കട്ടെ, ആ കവിതയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹം നമുക്ക് പങ്കിട്ട് തന്നത്. ഈ ചിന്ത മുഴുവൻ നമുക്കെടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. നമ്മുടെ മുമ്പിലുണ്ട് ഈ നാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നാരായണ ഗുരു ചെയ്ത പ്രവൃത്തികൾ നമ്മളുണ്ട്. സ്വകാര്യ സംഭാഷണങ്ങളിൽ ഗുരു പറഞ്ഞിരിക്കുന്ന 100,000 കാര്യങ്ങൾ അദ്ദേഹത്തുമായിട്ട് അടുത്ത് പരിചയിച്ചിരുന്നവർ, അദ്ദേഹവുമായിട്ട് പ്രവർത്തിച്ചിരുന്നവർ അവർക്ക് ഇത് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായാലും സുധാകരൻ്റെ പ്രസ്താവനയായാലും അത് രണ്ടും ഗുരുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെയാണ് എന്നത് തന്നെയാണ് സത്യം. അതിനകത്ത് സംശയമൊന്നുമില്ല. അവിടെയാണ് നമ്മൾ സുധാകരനെ ഇപ്പോൾ ഗുരുവിനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു എന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ വി ഡി സതീശൻ അതെ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞു എന്ന അഭിപ്രായമില്ല. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മഹത്തുക്കളായ ആളുകളെയും വലിയ ആളുകളെയും പരിഷ്കർത്താക്കളെയും ചിന്തകരെയും ഈ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നവരും ഒക്കെ ആളുകളെ പഠിക്കുമ്പോഴും അഭിപ്രായം പറയുമ്പോഴും വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. അത് കേവലവും സങ്കുചിതവുമായ രാഷ്ട്രീയ താല്പര്യത്തിനകത്ത് നിന്നുകൊണ്ട് ആകരുത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ വിശ്വഗുരുവായ ശ്രീനാരായണനെ ഒരു സമുദായം തന്നെ കൈയടക്കി വെക്കുന്ന സ്ഥിതിയാണ് കുറേ കാലമായിട്ടുണ്ടായിരുന്നത്, ഒത്തിരി കാലമായിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് രസകരമായ കാര്യം, അദ്ദേഹം തന്നെ സ്ഥാപിച്ച SNDP യോഗം അദ്ദേഹത്തിൻ്റെ സമാധി അടക്കമുള്ള അവസരങ്ങളിൽ ചെയ്ത വലിയ ക്രൂരതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹം ഈ ശിവഗിരി മഠത്തെപ്പറ്റിയുള്ള തർക്കം ഉൽപ്പത്തപ്രകാരം ഉച്ചത്ത് ശിവഗിരി മഠത്തിന് കൊടുത്തത് കൊണ്ട് SNDP യോഗം അദ്ദേഹത്തെ തള്ളിപ്പറയും അദ്ദേഹവുമായി കേസ് നടക്കുകയായിരുന്നു, സിവിൽ കേസ് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമാധി കഴിഞ്ഞ് നടത്തേണ്ട ചടങ്ങുണ്ടല്ലോ, അത് അലങ്കോലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ആരാ ചെയ്തത്? SNDP യോഗമാണ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് പിന്നീട് അവർ ഗുരുവിനെ SNDP യോഗം തന്നെ സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പഠിക്കുകയും അവരെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യേണ്ട മിനിമം ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നു ഭവിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഗുരു ചിന്തിക്കുകയും ഗുരു ഉദ്ദേശിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന അഭിപ്രായം തന്നെയാണ്. അത് പിണറായി വിജയനായാലും സുധാകരനായാലും പറയുന്നത് ഗുരുവിൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. ഗുരു സനാതനധർമ്മം, ഇപ്പോൾ സനാതനധർമ്മം എന്താണെന്ന് ബേസിക്കലി മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം, തമാശ രീതിയിലാണ് ചോദ്യം വരുന്നത്. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് ജി വാര്യരുടെ ഉപദേശം ഒരുപക്ഷെ സതീശന് ഇവിടെ ലഭിച്ചിട്ടുണ്ടാകുമോ, അതിന്റെ പുറത്തായിരിക്കുമോ ഈ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് എന്ന് തമാശ രൂപേണ പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇതാണ് സതീശൻ പറയുന്നത്, ഇതാണ്, ഞാൻ ഒന്നും കൂടി അത് പറയാം. സനാതനധർമ്മത്തെ ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം. കാവ്യവൽക്കരണം എന്ന വാക്ക് തന്നെ തെറ്റാണെന്നും അമ്പലത്തിൽ പോകുന്നവരും കാവ്യ ഉടുക്കുന്നവരും ചന്ദനം തൊടുന്നവരുമെല്ലാം പ്രത്യേക വിഭാഗക്കാരാണെന്നും VD സതീശൻ ചോദിക്കുന്നുണ്ട്. അതായത് ചന്ദനത്തിൽ പോകുന്ന ആളുകളൊക്കെ സംഘികളാണെന്നും RSSകാരാണെന്നുള്ളൊരു നറേഷൻ വ്യാപകമായിട്ട് ചില ആളുകൾ, ഭീകരവാദികളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സഹായകരമാകുന്നു പിണറായി വിജയന്റെ പ്രസ്താവന എന്ന നിലയിലാണ് VD സതീശൻ അതിനെ പറയുന്നത്. അതേ അവസരത്തിൽ മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സുധാകരനെ പറ്റി ഈ CPM പറയുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നത്, അണികൾ പറയുന്നത് RSS സഹായിക്ക് കാവൽ നിന്ന ആളാണ് സുധാകരൻ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പുതിയ അഭിപ്രായം വന്നപ്പോൾ അവർ തമ്മിലുള്ള അഭിപ്രായത്തിൽ ഒരു യോജിപ്പ് വന്നു. ഇക്കാര്യത്തിൽ ഗുരുവിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അഭിപ്രായം വന്നു. അതേ അവസരത്തിൽ സതീശൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസവും വന്നു. താങ്കൾ പറഞ്ഞതുപോലെ ഈ സതീശനാകെ ഒരു വിഷമവൃത്തത്തിലാണ്. അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ അതിനെ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം വിഷമവൃത്തത്തിലാകുന്ന അദ്ദേഹം ബ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്നത് ഹിന്ദു വിരുദ്ധനാണെന്നും അദ്ദേഹം സുഡാപ്പികളുടെ ആളാണെന്നും എന്നൊക്കെയാണ് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യപ്പെട്ടത്. ഇതിനിടയിൽ ശബരിമലയിലൊക്കെ പോകുന്നത് വലിയ ലൈവായിട്ടൊക്കെ മാധ്യമങ്ങൾ കാണിക്കും. അപ്പം അതാ പറഞ്ഞത്. അപ്പം പക്ഷെ ഒടുവിൽ ഇപ്പം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പല സാഹചര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് തൻ്റെ ആ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം.
തൽക്കാലത്തെ ആവശ്യം. ഇമേജ് മാറ്റിയെടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിലും അദ്ദേഹം പറഞ്ഞത് പക്ഷേ വസ്തുതയാണ്. സനാതന ശ്രീനാരായണ സനാതന ധർമ്മം തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, അത് നാരായണ ഗുരുവിന്റെ ആശയം അത് തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശവും ഇങ്ങനെയാണ്. തന്നിൽ ചാർത്തപ്പെട്ട് കിട്ടിയിരിക്കുന്ന പട്ടം തൽക്കാലത്തേക്കെങ്കിലും ഒന്നും മാറിയില്ലെങ്കിൽ അത് കാരണം ഇതാണ് ഈ ഗോൾ അടിക്കുന്നതാണല്ലോ പ്രശ്നം. അദ്ദേഹം അടിച്ചിരുന്ന ഗോൾ പോസ്റ്റ് അദ്ദേഹം അടിച്ചുകൊണ്ടിരുന്നിടത്തോട്ട് വേറെ ആളുകൾ കോൺഗ്രസിലെ സംബന്ധിച്ചിടത്തോളം ഇവരും ഓരോരുത്തരുടെ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മേൽക്കൈ കിട്ടാനുള്ള ഒരു ശ്രമത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ ഒത്തിരി അഭിപ്രായം രൂപപ്പെടുന്നത്. അതുകൊണ്ട് പിന്നെ അദ്ദേഹം അതുകൊണ്ട് അതൊക്കെ ഈ വി ഡി സതീശൻ 2006 വടക്കൻ പറവൂരിലാണെന്ന് തോന്നുന്നു ഗുരുജി ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിയുമായി അനുബന്ധിച്ച് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയും അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു നിലവിളക്ക് കൊടുക്കുന്ന ഫോട്ടോ ഒക്കെ വലിയ രീതിയിൽ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ബാലവിക അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഈ ബാല ദിനാഘോഷത്തോടനുബന്ധിച്ചോ മറ്റുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം സംബന്ധിക്കുകയും ചെയ്തു. അത് വളരെ വ്യാപകമായിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് ശതാബ്ദി. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഈ ഇതിനെ എങ്ങനെ കണ്ടാലും നമുക്ക് പറയാനുള്ളത് ഇത് സതീശൻ്റെ രാഷ്ട്രീയമായ അപ്പം ഒരുപക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം വന്നതുകൊണ്ടാവാം സതീശൻ ഈ ന്യൂനപക്ഷങ്ങളോട് അടുക്കുന്നു എന്ന നിലയിലൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പിന്നെ പക്ഷെ ഒരു കാര്യം അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ NSS നേതൃത്വത്തിലുള്ള ആൾക്കാരെയൊക്കെ അവിടെ പോയി കണ്ടിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഒരു അവർക്ക് ഒരു പിന്നെ അവരുടെ അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഇതുവരെയുള്ള രാഷ്ട്രീയത്തിൽ എന്നുള്ളൊരു വസ്തുതയാണ്. അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നു. ആ വരുത്തി തീർക്കൽ കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പല നയങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ പറ്റി ചാർത്തി കിട്ടിയ വേറെ ചില തോന്നലുകളാണ് പെട്ടെന്നുണ്ടായത്. ഇനിയും അതുകൊണ്ട് അത് മാറിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് തൽക്കാലത്തേക്കെങ്കിലും അതൊരു ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ആവണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. ശരിയായാലും തെറ്റായാലും ഇങ്ങനെ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ തന്നെ മേൽക്കൈക്ക് ഭംഗം വരുന്നു. ഇതെങ്ങനെയൊക്കെയാണ് ഇനി ഇത് വരുന്നതെന്ന് രൂപം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം അങ്ങനെയാണ് എന്തുദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അദ്ദേഹം പറഞ്ഞതിലൊരു വലിയ ശരിയുണ്ട് എന്നുള്ളതൊരു വലിയ വാസ്തവമാണ്. സന്ദീപ് ജി വാര്യർ പോലുള്ള BJPയുടെ ഒരു വലിയ മുഖമായി നിന്നുകൊണ്ട് ലൈംലൈറ്റിൽ തിളങ്ങി നിന്ന നേതാക്കളെയൊക്കെ സ്വീകരിച്ചൊരു പാർട്ടിയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ്. അവരിപ്പോൾ സനാതനധർമ്മത്തെ അനുകൂലിക്കുന്നു. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് എങ്ങനെയൊക്കെയാണ് ഈ വിവാദം രൂപപ്പെട്ടു വരുന്നതെന്ന്. എന്തായാലും അതൊരു വിവാദമായി കഴിഞ്ഞു. അത് രൂപപ്പെട്ടു വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സുധാകരൻ ഇതിലെന്ത് പ്രതികരിക്കുമെന്നുള്ളതാണ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സുധാകരന് പറഞ്ഞു നമുക്കത് ഇതിനെ ചൊല്ലി ഇനി ഉണ്ടാകുന്ന അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്.